ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ചെറിയൊരു നോമ്പത്തോറ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ പെട്ടെന്നുണ്ടായ പരിപാടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു പെട്ടെന്നുണ്ടായ നോമ്പത്തോറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പണിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സവാള ചെറുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സിലേക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് വെക്കാനുണ്ടായിരുന്നു. പിന്നെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അല്ലേ നമ്മളെ ഈ കക്ക റൊട്ടി. അപ്പോൾ അതിലേക്കുള്ള മാവ് ഉമ്മച്ചി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നിങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഇങ്ങനെ വെക്കണമല്ലോ. അപ്പോൾ ആ പരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനുള്ള ഐറ്റംസിനുള്ള സാധനങ്ങൾ ഇതാ ഗ്യാസിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമൂസയ്ക്കുള്ള മസാലയ്ക്കുള്ള സവോളയാണ്. പിന്നെ ഇതാ ചിക്കന് ആക്കി വെച്ചതുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സ്നാക്സ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ളതാണ് കേട്ടോ. അത് കൂടാതെ നല്ല ബ്രെയിനിൻ്റെ റോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രെയിനും ഇതാ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അത് തണുപ്പൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ബീഫ് കക്കറൊട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള മാവ് ഇതാ നമ്മളിതുപോലെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ സമൂസയുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂസക്കുള്ള മസാല അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ നോമ്പിന് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് ആദ്യം തന്നെ കുറച്ച് സവോള, അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും ചതച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണോ അതും ആഡ് ചെയ്യാം. പിന്നെ നമ്മളിതാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ആഡ് ചെയ്യാൻ തോന്നുന്നത് അത് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചീസ് ഇതുപോലെ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതാ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിതാ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മളിത് ഓൾമോസ്റ്റ് ഒരു ഉന്നക്കായുടെ ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്കി വെച്ച ആ ഒരു മസാല നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല മൈദയുടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കുക. അതുപോലെ ബ്രെഡ് ക്രംസിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഡബിൾ കോട്ട് ചെയ്തിരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫ്രീസറിൽ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഒന്ന് ഫ്രോസൺ ആയി കഴിഞ്ഞാലാണ് നന്നായിട്ടൊന്ന് പൊരിക്കാൻ നേരത്ത് നമുക്ക് ഇത് പൊട്ടാതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാ ഫുള്ള് നമ്മളിതുപോലെ ഡബിൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്നാക്സിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ചെമ്മീൻ ഉണ്ടയാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റീമിൽ ചെയ്തിട്ടുള്ള ഈ ചെമ്മീനുണ്ട. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ ഉമ്മച്ചിയാക്കി വെച്ചതും അത് റെഡിയാക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ സൈഡായിട്ട് നമ്മൾ സമൂസ ഷീറ്റും എടുത്തിട്ട് സമൂസ റോൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടാണ് നമ്മൾ സമൂസ ആക്കണത്. സമൂസ പിന്നെ കുറേ ആക്കുന്നില്ല, കാരണം നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതും നേരെ ഫ്രോസൺ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പുതുതായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ജസ്റ്റ് കുരുമുളകൊക്കെ ഇട്ടിട്ടൊരു മസാലയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതും ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതാ ചെമ്മീനും നമ്മൾ ഫ്രോസൺ ആക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്, ഡബിൾ കോട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്നാക്സിൻ്റെ കാര്യത്തിലൊക്കെ ഏറെക്കുറെ ഒരു തീരുമാനമായിട്ടുണ്ട്. എല്ലാം അത് ഒരുപാട് ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. അത് നമ്മൾ വൈകിട്ട് ടൈം ആകുമ്പോഴത്തേനും ഫ്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ സ്റ്റീമി എന്ന ചെമ്മീനുണ്ട് പിന്നെ വേഗം തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റെഡി ആയിട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മട്ടൻകാല് വെച്ചിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇച്ചിരി ഈ സ്പെഷ്യൽ ഐറ്റം എല്ലാവരുടെയും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മളെ റിയാന താത്തയാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇടയ്ക്ക് വരലുണ്ട്. എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒരു താത്തയാണ് കേട്ടോ. അപ്പോൾ താത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പത്തിരിയൊക്കെ ചുടലും അതുപോലെ പരത്തലും പരിപാടികളൊക്കെ താത്ത സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാ കുറച്ച് ഇറച്ചിപ്പത്തിരിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ ആക്കി ഇതാ ഓൾമോസ്റ്റ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്നാക്സിൻ്റെ കാര്യമൊക്കെ തീരുമാനമായപ്പോൾ ഞാൻ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ റൂഹബ്സയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മിൽക്കിൽ സിറപ്പൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് കസ്കസും പിന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് വാട്ടർമെലൺ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ റൂഹബ്സും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ രാത്രിക്കൊക്കെ ഇതാ കുറച്ച് നൂൽപുട്ടും ഉണ്ടാക്കാമെന്ന് കരുതി അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ റിയാനത്താത്ത പത്തിരി ചുട്ടു തുടങ്ങിയിട്ടുണ്ട്. കുറേ പത്തിരി ഒന്നുമില്ല, കുറച്ച് കുറച്ചായിട്ട് എല്ലാ ഐറ്റംസും കഴിക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പത്തിരി ചുടലും സൈഡായിട്ട് നടക്കുന്നുണ്ട്. ഇത് മട്ടൻ്റെ ബ്രെയിൻ വെച്ചിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ. ഇതും ഉമ്മച്ചിയുടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനെയുള്ള. അപ്പോൾ അതും ഉമ്മച്ചി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചെറുതായിട്ട് സ്നാക്സൊക്കെ പൊരിച്ചു തുടങ്ങാൻ നേരത്തെ സമയമാണെങ്കിൽ പോണതേ അറിഞ്ഞില്ല. അപ്പം 4-4:30 ആകുമ്പോഴത്തേനും നമ്മൾ സ്നാക്സ് പൊരിക്കലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉമ്മച്ചി പൊരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സമൂസയും പിന്നെ ഇറച്ചിപ്പത്തിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തുടച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സും അതുപോലെ ഈ ഒരു സ്നാക്സൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ ഇത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാ സ്നാക്സും അതുപോലെ ഫ്രൂട്ട്സൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ മീൻ എത്തിയത് കേട്ടോ. മീൻ എത്താൻ കുറച്ച് സമയം ലേറ്റായി. നമ്മൾ മീൻകാരൻ കൊണ്ടു തരാനൊക്കെ കുറച്ച് ലേറ്റായിട്ട്. അപ്പം നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് കരിമീനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യാനും വെക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ അത് സൈഡായി നടക്കുമ്പോഴത്തേനും ഞാൻ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ മൊസമ്പി ജ്യൂസും കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം വേണ്ടവർക്ക് അതും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിതാ ടേബിളൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്.
കസിൻസാണ് കേട്ടോ ഇന്ന് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് നല്ല ഹാപ്പിയാണ്. കുട്ടികൾ വേറൊരു ടേബിൾ നമ്മൾ ചെറുതായി സെറ്റ് ചെയ്ത് കൊടുത്ത് അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇതാ ടേബിൾ സെറ്റ് ചെയ്ത് കഴിക്കാനുള്ള ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് തിരക്കിലായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഉഷാറായിട്ടുണ്ട്. അവരവിടെ സൈഡായിട്ട് കളിക്കുന്നുണ്ട്. ഉമ്മച്ചി ഇതവിടെ നേരത്തെ ഞാൻ പറഞ്ഞ കരിമീൻ മസാല ഒക്കെ തേച്ച് വെച്ച് അത് ഫ്രൈ ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കത്തി അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതാ നമ്മൾ കരിമീൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മട്ടൻ്റെ കുറുമ വെള്ളക്കുറുമ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും നമ്മളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാൻ നേരത്തിട്ടത്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള മട്ടൻ്റെ കാലും പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഐറ്റംസും സൈഡായിട്ട് നമ്മൾ ഒന്നുകൂടി ചൂടാക്കി എടുക്കാൻ നേരത്തി ആ ഒരു സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള നമ്മൾ പത്തിരിയും നൂൽപുട്ടൊക്കെ സെറ്റ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ റെഡിയാക്കി ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും പാത്രത്തിലേക്ക് മാറ്റി സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ ഉമ്മച്ചി നല്ല കട്ടൻ ചായയും പിന്നെ കുറച്ച് പേർക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ആക്കുന്നുണ്ട്. പിന്നെ അത് മുട്ടപ്പത്തിരിയും ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ടേബിളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ എന്താ ടേബിളിലേക്ക് എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുത്തു. പിന്നെ അതെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു നോമ്പുതുറയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ.